ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. എഫേസ്യ ലേഖനം നമ്മൾ ഇന്നു മുതൽ വായിക്കുകയാണല്ലോ. ഇന്നലെ ഗലാത്യ ലേഖനത്തിൻ്റെ അവസാനത്തെ അധ്യായം 6-ാം അധ്യായം നമ്മൾ വായിച്ചു, ധ്യാനിച്ചു. അതുവഴി സംശയം ഒരു വിശ്വാസി ചോദിച്ചിരുന്നു. അതെല്ലാവരുടെയും അറിവെങ്കിലേക്ക് അത് പ്രയോജനപ്പെടും എന്നതുകൊണ്ട് അതിനുള്ള വിശദീകരണം പറയുവാൻ ആഗ്രഹിക്കുന്ന മറ്റൊന്നുമല്ല. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങൾ പരസ്പരം ഭാരങ്ങളൊക്കെ വഹിച്ച് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം പൂർത്തീകരിക്കപ്പെടുവിൻ. ഇപ്പോൾ ചോദ്യം, ന്യായപ്രമാണം പഴയ നിയമമല്ലേ? അതും ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണവും ഒന്നാണ്. ഇവിടെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്നത് കർത്താവ് കൊടുത്ത ഏക കൽപ്പനയാണ് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം. അതെന്തായിരുന്നു? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ, തമ്മിൽ ഭാരങ്ങളെ വഹിപ്പിൻ. അതാണ് കർത്താവിൻ്റെ ന്യായപ്രമാണം. കർത്താവ് പഠിപ്പിച്ച ന്യായപ്രമാണം അതാണ്. പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൻ്റെ ഉള്ളടക്കം സ്നേഹം തന്നെയായിരുന്നു. പക്ഷേ മനുഷ്യർക്കത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക, 2 മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണത്തിന് മുൻപ് അവരെ ഫലമേൽപ്പിക്കുമ്പോൾ തൻ്റെ ക്രൂശുമരണത്തിന് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പുതിയ ഒരു കൽപ്പന, അതിൽ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് ദൈവം വിട്ടുകളഞ്ഞു. യേശു തമ്പുരാൻ വിട്ടുകളഞ്ഞു. കാരണം ദൈവത്തെ സ്നേഹിക്കരുതെന്നല്ല, ദൈവത്തെ നമ്മൾ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും ദൈവം നമ്മളെ സ്നേഹിക്കും. അപ്പം നമ്മുടെ സ്നേഹത്തിൻ്റെ അളവ് നോക്കിയിട്ടല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. ഞാൻ വെറുത്താലും സ്നേഹിക്കുന്ന സ്നേഹമാണ് ദൈവം. അത് വെളിപ്പെടുത്താനാണ് ദൈവം യേശു തമ്പുരാൻ ധൂർത്തുപുത്രൻ്റെ ഉപമ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ യേശുക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്നത് സ്നേഹം എന്നുള്ളതാണ് എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ആ ഒരു ന്യായപ്രമാണം നമ്മിലുണ്ടെങ്കിൽ പിന്നെ യാതൊരു തർക്കമില്ല, പ്രശ്നങ്ങളില്ല, യാതൊരു അല്ലെങ്കിൽ അകൽച്ചയും മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അത് മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. നമുക്ക് എഫേസ്യ ലേഖനത്തിലേക്ക് പ്രവേശിക്കാം. എഫേസ്യോസ് എന്ന് പറയുന്ന സ്ഥലം ഏഷ്യ മൈനറിൻ്റെ തലസ്ഥാനവും ഒരു തുറമുഖ നഗരവുമായിരുന്ന കാലത്ത് വാണിജ്യ സംബന്ധമായി പാശ്ചാത്യരും പൗരസ്ത്യരും ഒക്കെ ഈ വഴി യാത്ര ചെയ്യുക സാധാരണമായിരുന്നു. അക്കാലത്ത് പ്രസിദ്ധമായിരുന്ന അർത്തേമേസ് ദേവിയുടെ ക്ഷേത്രവും 24,000 പേർക്കിരിക്കാവുന്ന ഒരു വലിയ ഇരിപ്പിട സൗകര്യവും എഫേസോസിൻ്റെ പ്രസിദ്ധി അക്കാലത്ത് വർദ്ധിക്കുവാൻ കാരണമായി തീർന്നിട്ടുണ്ട് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. റോമൻ ഭരണത്തിൽ ആയിരുന്ന പ്രദേശമെങ്കിലും ധാരാളം യഹൂദന്മാർ അവിടെ പാർത്തിരുന്നു. വിശുദ്ധ പൗലോസ്ലീഹായും അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിച്ച അത്തൂഹിക്കോസ്, തീമോത്തിയോസ് ഇവരിവിടെ സുവിശേഷ വേല ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ അപ്പസ്തോലനായിരുന്ന യോഹന്നാൻ ശ്ലീഹ അനേക വർഷം ഈ സ്ഥലത്തിൻ്റെ മേൽപ്പട്ടക്കാരനായിരുന്നു എന്നും സഭാചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിൻ്റെ ഉള്ളടക്കം ചില കാര്യങ്ങൾ, അതൊന്നിതാണ്: ദൈവമായ കർത്താവിൻ്റെ ആദ്യം മുതലുള്ള ആലോചനയുടെ പൂർത്തീകരണമാണ് പരിശുദ്ധ സഭ. പിതാവായ ദൈവത്തിൻ്റെ ആലോചനയുടെ പൂർത്തീകരണമാണ് പരിശുദ്ധ സഭ. 2, പരിശുദ്ധ സഭ മശിഹ ആ തലയായിരിക്കുന്ന ഒരു ശരീരമാണ്. 3, സഭ ഒരു മന്ദിരവും മശിഹ അതിൻ്റെ മൂലക്കല്ലുമാണ്. 4, സഭ
മണവാട്ടിയും മശിഹ മണവാളനും അല്ലെങ്കിൽ കാന്തയും ഭർത്താവുമാണ്. 5. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി വിശദമായൊരു പ്രബോധനം ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ പറ്റും. 6. ക്രൈസ്തവ വിശ്വാസികളുടെ ഐക്യത്തെപ്പറ്റിയുള്ള വലിയ പ്രബോധനമുണ്ട്. 7. ക്രൈസ്തവ കുടുംബജീവിതത്തിൻ്റെ ചില മാനദണ്ഡങ്ങൾ ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ പറ്റും. 8. ക്രൈസ്തവൻ്റെ പ്രധാനപ്പെട്ട ആശ്രയം എന്ന് പറയുന്നത് സ്വർഗരാജ്യവും അതേപ്പറ്റിയുള്ള ചിന്തയുമായിരിക്കണം എന്നുള്ളതാണ്. ഇനി നമ്മൾ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സാധാരണ മറ്റ് ലേഖനങ്ങളെ പോലെ അപ്പസ്തോലികമായ വാഴ്വ് നൽകിക്കൊണ്ട് അദ്ദേഹം ലേഖനം ആരംഭിക്കുന്നു. 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ലോകാരംഭത്തിന് മുമ്പ് തന്നെ ക്രിസ്തുവിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന്. ഇത് നമ്മൾ നേരത്തെ ഒന്ന് ചിന്തിച്ചിട്ടുള്ളതാണ്. കാരണം ദൈവത്തിൻ്റെ മുൻകൂട്ടിയുള്ള പദ്ധതി അനുസരിച്ചാണ് ഞാനും നിങ്ങളും ഈ ഭൂമി ജനിക്കുന്നതും. ഇന്ന് ക്രൈസ്തവ മാതാപിതാക്കളിൽ നിന്ന് പോലും ജനിക്കാൻ കാരണമായി തീർന്ന ദൈവികമായ പദ്ധതിയാണ്. ഇതെന്നെ ഇരമ്യാവോടും പറയുന്നുണ്ട്. നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ്. ലോകസ്ഥാപനമെന്ന് പറയാൻ നമുക്കറിയാം, ഭൂമി ഉണ്ടാവട്ടെ എന്ന് ദൈവം പറഞ്ഞതാണ്. അതിനു മുൻപ് തന്നെ ദൈവത്തിൻ്റെ ചിന്തയിലും പദ്ധതിയിലും ഉൾപ്പെട്ടിരുന്നവരാണ് ഞാനും നിങ്ങളും ഓരോ വ്യക്തികളും. അപ്പം ആ രീതിയിൽ ഓരോ വ്യക്തികളെയും കാണുവാനും മാനിക്കുവാനും ആദരിക്കുവാനും സ്വീകരിക്കാനും നമുക്ക് സാധിക്കേണ്ടതാണ്. അപ്പോൾ അതാണ് ലോകസ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവിൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തു അവൻ്റെ കൃപയ്ക്കും മഹിമാധനത്തിനും പങ്കുവഹിക്കുവാൻ. മാത്രമല്ല, അങ്ങനെ തിരഞ്ഞെടുത്തെന്ന് മാത്രമല്ല, ദത്തുപുത്രന്മാരായി നമ്മെ സ്നേഹിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ ആ യേശുക്രിസ്തു വഴി നമ്മിൽ ധാരാളമായി നൽകിയ ദൈവത്തിൻ്റെ കൃപ മൂലം നമ്മിലെ ദൈവമഹത്വം നാം വർദ്ധിപ്പിക്കണം. അതിനാണ് ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മളെ തിരഞ്ഞെടുത്തതും നമ്മെ വിശുദ്ധീകരിച്ചതൊക്കെ ആ ദൈവനാമം മഹത്വം നമ്മിലൂടെ ഉണ്ടാകേണ്ടതിനാണ്. അതെന്തുകൊണ്ടെന്നാൽ തൻ്റെ ക്രൂശിലെ രക്തം വഴി നമുക്ക് പാപമോചനവും രക്ഷയും പ്രദാനം ചെയ്തിരിക്കുന്നു. അപ്പം ദൈവം അങ്ങനെ ചൊരിഞ്ഞതായ ആ രക്തമുഖാന്തരം അല്ലെങ്കിൽ അവൻ തന്നതായ വലിയ കൃപ മുഖാന്തരം നമുക്ക് ജ്ഞാനവും വിവേകവും, അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുന്നവർക്ക് ഉള്ളതായ ആന്തരികമായ ദർശനവും ഒക്കെ നമുക്ക് ലഭിക്കാൻ കാരണമായി. അപ്പം അതുകൊണ്ട് അതിന് യോഗ്യമായത് മാത്രമേ നമ്മൾ പ്രവർത്തിക്കാവൂ എന്നാണ് അദ്ദേഹം ഇവിടെ ആവശ്യപ്പെടുന്നത്. 9-ാം വാക്യത്തിൽ വലിയ രഹസ്യം അഥവാ മർമ്മം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് സുറിയാനിക റോസോ എന്ന വാക്കാണ് ഉപയോഗിക്കുക. രഹസ്യം എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തപ്പെട്ട രഹസ്യം മാത്രമേ മനുഷ്യന് മനസ്സിലാവുകയുള്ളൂ. ആ വെളിപ്പെടുത്തലിൻ്റെ ഉദ്ദേശം എന്തെന്ന് 10-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്രിസ്തുവിലെല്ലാം അവസാനം ഒന്നായി തീരുമെന്നുള്ളതാണ്. 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങളും സുവിശേഷ സ്വീകരണം മൂലം ദൈവത്തിൽ വിശ്വസിച്ചു. അത് മുഖാന്തരം വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്ര കുത്തപ്പെട്ടു. ആ പരിശുദ്ധാത്മ സ്വീകരണമാണ് നമ്മുടെ രക്ഷയ്ക്കും തൻ്റെ ബഹുമാനത്തിൻ്റെ മഹിമയ്ക്കുമായി നമുക്ക് അച്ചാരമായി അഥവാ ഉറപ്പിൻ്റെ ലക്ഷ്യമായി നൽകപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്നാനമേറ്റ് ക്രിസ്തുവിനോട് സംയോജിക്കപ്പെട്ടപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും ഉയർത്തപ്പെട്ട അല്ലെങ്കിൽ ദൈവത്താൽ ദത്തെടുക്കപ്പെട്ട പുത്രന്മാരായി നമ്മൾ മാറ്റപ്പെട്ടു കഴിഞ്ഞു. 15, 16, 17 വാക്യങ്ങളൊക്കെ വരുമ്പോൾ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം കൊരിന്ത്യ സഭയെയോ ഗലാത്യരെയോ പോലെയോ ശാസിക്കേണ്ട കാര്യങ്ങൾ എഫേസ്യക്കാർക്ക് വന്നിട്ടില്ല.
കാരണം അവർക്ക് ക്രിസ്തീയമായ ആ സ്വഭാവത്തിനനുസൃതമായ വിശ്വാസമുണ്ട്, വിശുദ്ധരോടുള്ള സ്നേഹമുണ്ട്. അങ്ങനെയുള്ള അവരുടെ ആ ഒരു മനോഭാവം പൗലോസിനെ ഏറെ സന്തുഷ്ടനാക്കുന്നുണ്ട്. അത് മാത്രമല്ല, അവരുടെ ഇത് പുരോഗമനത്തിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പുരോഗമനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തെ അറിയുന്നതിൽ കൂടെ ലഭിക്കുന്നതായ ആത്മീയമായ വളർച്ചയാണ് ഇവിടെ പുരോഗമനം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് ലഭ്യമായ പ്രത്യാശയെക്കുറിച്ചും വിളിക്കപ്പെട്ടവർക്ക് മഹത്തായ അവകാശത്തെക്കുറിച്ചുമുള്ളതായ സ്മരണ, അതിന് പരിശുദ്ധാത്മ പ്രകാശം അല്ലെങ്കിൽ ആന്തരികമായ വെളിച്ചമുണ്ടാകണം. അപ്പോഴാണ് വിശ്വസിക്കുന്നവരായ നമ്മിലുള്ള അപരിമിതമായ മഹാശക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 21-22 വാക്യങ്ങളിൽ മശിഹായുടെ ഔന്നിത്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. പിതാവായ ദൈവം മശിഹായെ മരണശേഷം ഉയർപ്പിച്ച് തൻ്റെ വലതുഭാഗത്തിരുത്തിക്കൊണ്ട് തൻ്റെ മഹാശക്തി അവിടെ പ്രകടമാക്കി. മാത്രമല്ല, എല്ലാ നാമങ്ങൾക്കും ഉപരിയായി അവനെ അവിടെ ഇരുത്തുകയും ചെയ്തു. പിന്നെ നമ്മൾ വായിക്കുന്നു, സർവവും അവൻ്റെ കാൽക്കീഴാക്കി കൊടുത്തുവെന്നാണ്. എന്ന് പറഞ്ഞാൽ സകലത്തിലും ഉപരിയായിരിക്കുന്നവനെ സഭയുടെ തലയുമാക്കി താൻ സഭയുടെ ശിരസ്സുമായി. അപ്പം ക്രിസ്തു തലയായിരിക്കുന്ന ശരീരമാണ് സഭ എന്നുള്ള ആ ഒരു വലിയ ചിന്ത ഈ 1-ാം അധ്യായത്തിലൂടെ പൗലോസ് നമുക്ക് ഇത് വെളിവാക്കി തരുന്നുണ്ട്. അപ്പം അത് വായിച്ച് മനസ്സിലാക്കുക. എഫേസ്യ ലേഖനത്തിൻ്റെ പ്രത്യേകത ദീർഘമായ വചനങ്ങളാണിത്. അത് അനേക പ്രാവശ്യം വായിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കുകയുള്ളൂ. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ റോമാ ലേഖനം പോലെ തന്നെ കഠിനമായ ഭാഷയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പല പ്രാവശ്യം വായിച്ച് ധ്യാനിക്കുവാൻ നമുക്കിടയാകണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ.